സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാള് മാതാപിതാക്കളെ സിയാറത്ത് ചെയ്തു, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ സിയാറത്ത് ചെയ്തു, ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ടുപോയി, രണ്ടിൽ ഒരാളെ സിയാറത്ത് ചെയ്തു, അല്ലെങ്കിൽ രണ്ടുപേരെയും സിയാറത്ത് ചെയ്തു. ഫഖറഅ ഇൻദഹാ യാസീൻ, അവിടെ നിന്നുകൊണ്ട് യാസീൻ പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു ബിഅദദി കുല്ലി ഹർഫിൻ മിൻഹാ, വാപ്പയുടെ ഖബറിന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ ഖബറിന്റെ അടുത്തുനിന്ന് ജുമുഅയുടെ ദിവസം യാസീൻ ഓതിയാൽ അതിന്റെ ഹർഫുകൾക്കനുസരിച്ച് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ മരിച്ചുപോയ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു പക്ഷേ ഒരാഴ്ച നാട്ടിലില്ലെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട് ആ ഖബർ സിയാറത്ത് ചെയ്യണം. ഒരു യാസീൻ ഓതിയാൽ അതിന്റെ അടുത്തുനിന്ന് ഒരു യാസീൻ ഓതിയാൽ കിട്ടുന്ന കൂലിയാ പറഞ്ഞു. യാസീനിലെ ഹർഫുകളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല മാതാപിതാക്കളുടെ ഖബറിൽ മഗ്ഫിറത്ത് ചെയ്യും.